ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വിനായക ചതുർത്ഥി ദിന ആശംസകൾ. എല്ലാവരും ഭഗവാനെ പൂജിച്ചു, ഭഗവാനെ പ്രാർത്ഥിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേര് ഇന്നലെ ചെയ്തുവെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു, ഫോട്ടോസ് അയച്ചിരുന്നു. അതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അയച്ചു തന്നിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ വെച്ചവരുണ്ടായിരിക്കും, ഇന്ന് വെച്ചവരുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ഒരു ദിവസമോ 3 ദിവസമോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ താല്പര്യാർത്ഥം ഭഗവാനെ വീട്ടിൽ വെച്ച് പൂജിക്കാവുന്നതാണ്. ഒരു ദിവസം വെച്ചവരാണെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് 5:30 മുൻപായിട്ട്, അതായത് സൂര്യ അസ്തമയത്തിന് മുൻപായിട്ട് ഭഗവാനെ നിമഞ്ജനം ചെയ്യണം. നിമഞ്ജനം ചെയ്തതിന് ശേഷം ആ മണ്ണ് കംപ്ലീറ്റ് ആയിട്ട് ഭഗവാൻ ആ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നതിന് ശേഷം മാത്രമേ നമ്മൾ ആ മണ്ണെടുത്ത് അതിനുള്ളിൽ എന്തെങ്കിലും ചെടിയൊക്കെ നട്ട് വെക്കാവുള്ളൂ. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് പഞ്ചമിയാണ്. ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷ പഞ്ചമി തിഥിയും ബുധനാഴ്ചയും അതേപോലെ ചിത്തിര നക്ഷത്രവും കൂടി ചേർന്ന് വന്നിരിക്കുന്ന ഒരു ദിവസം. ഇന്നത്തെ ദിവസം ഞാൻ ഈ പറയുന്ന പോലെ 5 ദീപങ്ങൾ കൊളുത്തി ഈ ഒരേ ഒരു മന്ത്രം 5 പ്രാവശ്യം ചൊല്ലി ദേവിക്ക് ഒരേ ഒരു ജാതിക്ക സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം 15 ദിവസങ്ങൾക്കുള്ളിൽ ദേവി നിങ്ങൾക്ക് സാധിച്ചു തന്നിരിക്കും. ജാതിക്ക ഇല്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ജാതിക്ക വളരെ അത്യാവശ്യമാണ്. അടുത്തുള്ള പൂജാ സ്റ്റോഴ്സിൽ പോയാൽ നിങ്ങൾക്ക് ജാതിക്ക കിട്ടും. ജാതിക്ക തന്നെ എടുക്കാൻ പറയാൻ ഉള്ള കാരണം, ജാതിക്ക എന്ന് പറയുന്നത് എന്താണ്? അതൊരു വലിയ കായാണ്. അതിന് ഉള്ളിൽ ഏറ്റവും അകത്താണ് ജാതിപത്രിയോട് ചേർന്നിരിക്കുന്ന ഈ ഒരു ജാതിക്ക എന്ന് പറയുന്നത്. എനിക്കറിയാം ചെണ്ടയുടെയൊക്കെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആകും. പക്ഷേ ഇന്ന് വിനായക ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടെ ഭഗവാനെ എല്ലാവരും അവരുടെ വീട്ടിൽ കൊണ്ടുപോകുന്നത് ചെണ്ടയൊക്കെ കൊട്ടി കുടയൊക്കെ പിടിച്ച് ഭയങ്കര ആഘോഷമായിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഏത് മുറിയിൽ പോയിരുന്നാലും നിങ്ങൾക്ക് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. ദയവ് ചെയ്ത് അത് ഇന്നത്തെ ദിവസം ഒന്ന് ക്ഷമിക്കണം. കാരണം മെയിൻ റോഡിനോട് ചേർന്നാണ് ഞങ്ങളുടെ വീടെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എത്രയൊക്കെ ശ്രമിച്ചാലും എനിക്ക് ആ സൗണ്ട് ഇറേസ് ചെയ്ത് കളയാൻ പറ്റില്ല. പിന്നെ മൈക്ക് ഉണ്ടായിരുന്ന ഒരെണ്ണം കേടായിപ്പോയി, അത് വാങ്ങിക്കാനായിട്ട് പിന്നെ എനിക്ക് പറ്റിയുമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ജാതിക്ക എന്ന് പറയുന്ന ആ ഒരു അതിൻ്റെ പുറത്തെ ആ ഒരു മാംസളമായിട്ടുള്ള ഭാഗം, അകത്ത് ജാതിപത്രി, ആ ജാതിപത്രിയോട് ചേർന്ന് അതിനകത്ത് ആ ഒരു ഷെല്ലും പൊട്ടിച്ച് കഴിയുമ്പോൾ അതിനകത്തുള്ള ജാതിക്കായ്ക്ക് വശ്യം, ആകർഷണ ശക്തി എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എന്താണോ ജാതിക്കയോട് പ്രാർത്ഥിക്കുന്നത് അത് ജാതിക്ക വളരെ പെട്ടെന്ന് നമ്മളിലോട്ട് എത്തിച്ച് തരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ജാതിക്ക എടുക്കണം. ജാതിക്ക ഇല്ല, ഒരു രീതിയിലും നിങ്ങൾക്ക് ഇല്ല എന്നുള്ളവർ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 5 ദീപങ്ങൾ കൊളുത്തി ഈ 5 മന്ത്രം, അതായത് ഈ ഒരു മന്ത്രം 5 പ്രാവശ്യം ചൊല്ലുക എന്നുള്ളത് മാത്രമാണ്. ഇന്ന് 3:20 തന്നെ നമുക്ക് പഞ്ചമി തിഥി ആരംഭിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ചെയ്യാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ ബ്രഹ്മമുഹൂർത്ത സമയത്തും നാളെ വൈകിട്ടും ചെയ്യാവുന്നതാണ്. കാരണം പഞ്ചമി തിഥി നാളെ അവസാനിക്കുന്നത് നാളെ വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോട് കൂടിയാണ്. അപ്പോൾ കുബേര പഞ്ചമി എന്നും നാളത്തെ പഞ്ചമി അറിയപ്പെടും. അതുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ, വിഗ്രഹമുണ്ടെങ്കിൽ തുടച്ച് വൃത്തിയാക്കി മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് ചുമന്ന കളറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് കളർ പൂക്കളാണോ അതൊക്കെ ദേവിയെ അലങ്കരിക്കുക. അതിനുശേഷം ഇനി ഫോട്ടോ വിഗ്രഹം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദേവിയായിട്ട് കണ്ടിട്ട് ഒരു ദീപം കൊളുത്തണം. അതിനുശേഷം ചെയ്യേണ്ടത്, ആ ഒരു ദീപത്തെ നോക്കിയിരിക്കുന്നത് പോലെ നമ്മൾ 5 ദീപങ്ങൾ സെപ്പറേറ്റ് കൊളുത്തണം. ഫോട്ടോ വിഗ്രഹങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോയ്ക്ക് മുൻപിൽ 5 ദീപങ്ങൾ കൊളുത്തിയാൽ മതിയാവും. ഫോട്ടോ വിഗ്രഹം ഇല്ലാത്തവർ ദേവിയായി കണ്ട് നമ്മളൊരു ദീപം കൊളുത്തണം. അതിപ്പോൾ നിങ്ങളുടെ നിലവിളക്കാണെങ്കിലും മതിയാവും. എന്നിട്ട് അതിന് മുൻപിലായിട്ട് ദേവിയെ ഫേസ് ചെയ്യുന്ന രീതിയിൽ 5 ദീപങ്ങൾ കൊളുത്തണം. 5 ദീപങ്ങളും നെയ്യ് കൊണ്ട് കൊളുത്തുന്നതാണ് ഏറ്റവും ഉത്തമം. പറ്റാത്തവർക്ക് നല്ലെണ്ണ എടുക്കാവുന്നതാണ്. അതിൽ
ഓരോ ദീപവും നമ്മൾ ആദ്യം തെളിയിക്കുമ്പം ഓം പഞ്ചമി ദേവിയെ നമോ നമ എന്ന് പറഞ്ഞു വേണം ഓരോ ദീപങ്ങളും തെളിയിക്കാൻ. അതിനുശേഷം ആ ദീപത്തിനുള്ളിൽ ഒരല്പം മഞ്ഞൾപ്പൊടി ഓരോ ദീപത്തിനുള്ളിലും ഇടണം. അപ്പോഴും നമ്മൾ ഓം പഞ്ചമി ദേവിയെ നമോ നമ എന്ന് പറഞ്ഞുകൊണ്ട് വേണം മഞ്ഞൾപ്പൊടി ഇടാൻ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ജാതിക്ക എടുക്കുക. നല്ല ജാതിക്ക നോക്കിയെടുക്കണം. ആ ഷെല്ലൊക്കെ പൊട്ടിച്ചൊരു ജാതിക്ക കയ്യിലെടുത്തിട്ട് ആ ജാതിക്കയോട് നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹം പറയണം. പറഞ്ഞതിന് ശേഷം ആ ഒരു ജാതിക്ക ഫോട്ടോയുടെയോ വിഗ്രഹത്തിൻ്റെയോ അടുത്ത് വെക്കുമ്പം ഒരു ചുമന്ന കളർ തുണിയിൽ വെച്ചിട്ട് വേണം നമ്മൾ ആ ജാതിക്ക ദേവിയുടെ മുൻപിലായിട്ട് വെക്കാൻ. നിങ്ങൾക്കതൊരു കിഴിയായിട്ട് കെട്ടി ദേവിയുടെ മുമ്പിൽ സമർപ്പിക്കാം. എന്നിട്ട് ഞാൻ ഈ പറയുന്ന നാമം 5 പ്രാവശ്യം ജപിക്കുക. ആ കിഴി കെട്ടിയ ജാതിക്ക നമ്മൾ ദേവിയുടെ മുമ്പിൽ സമർപ്പിച്ചതിന് ശേഷം കൈകൾ കൂപ്പി എൻ്റെ ഈ ആഗ്രഹം ജാതിക്കായുടെ രൂപത്തിൽ ഞാൻ അമ്മയ്ക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. ജാതിക്ക എത്ര പെട്ടെന്നാണോ അതിനോട് ചേരുന്നതിനെ വശീകരിക്കുന്നത്, ആകർഷിക്കുന്നത്, അതുപോലെ എന്നിലേക്ക് എൻ്റെ ഈ ആഗ്രഹത്തെ എത്രയും പെട്ടെന്ന് ആകർഷിച്ച് കൊണ്ടുവന്ന് എത്തിച്ചു തരാനായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് ദേവിയോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന ഒരേ ഒരു നാമം നിങ്ങൾ വെറും 5 പ്രാവശ്യം ജപിച്ചാൽ മതി. ഓം വരരൂപിണ്യൈ നമ. ഇതാണ് മന്ത്രം. ഇത് നിങ്ങൾക്ക് 5 പൂക്കളെടുത്ത് ഓരോ തവണ മന്ത്രം ചൊല്ലുമ്പോഴും ഓരോ പൂക്കളായിട്ട് സമർപ്പിച്ചുകൊണ്ട് ചൊല്ലാം. റോസപ്പൂവോ മുല്ലപ്പൂവോ, ഇപ്പോൾ ചുമന്ന കളർ പൂക്കളാണ് ഏറ്റവും നല്ലത്. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരേ ഒരു ചെമ്പരത്തി ഉണ്ടെങ്കിൽ അതിൻ്റെ 5 ഇതളുകൾ എടുത്ത് സമർപ്പിക്കാം. ശംഖുപുഷ്പമുണ്ടെങ്കിൽ അതെടുക്കാം. എന്താണോ ഉള്ളത് അതെടുത്ത് സമർപ്പിക്കാം. ഇനി ഒന്നുമില്ലെങ്കിലും നിങ്ങൾ വെറുതെ 5 പ്രാവശ്യം ഈ ഒരു നാമം ചൊല്ലിയാൽ മതിയാവും. ഈ നാമം ചൊല്ലി വീണ്ടും അമ്മയോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചതിന് ശേഷം ചെയ്യേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഒരു പേപ്പർ എടുക്കുക. ഒരു വൈറ്റ് കളറിലൊരു കുഞ്ഞു പേപ്പർ മതിയാവും. ആ പേപ്പറിൽ ഈ ഒരു നാമം 5 പ്രാവശ്യം എഴുതണം. എഴുതിയിട്ട് അതിന് താഴെ നിങ്ങളുടെ ആഗ്രഹവും കൂടി എഴുതിയതിന് ശേഷം നമ്മൾ കിഴി കെട്ടി വെക്കാൻ ഞാൻ പറഞ്ഞുവല്ലോ, റെഡ് കളർ ക്ലോത്തിൽ ആ ഒരു ജാതിക്ക, ആ ഒരു ക്ലോത്ത് ഈ ഒരു പേപ്പറിനകത്തോട്ട് വെക്കണം. അതായത് പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിനകത്തോട്ട് ഈ കിഴി കെട്ടി വെച്ചിരിക്കുന്ന ജാതിക്ക ഉൾപ്പെടെ വെച്ചിട്ട് അത് വീണ്ടും ഒരു കിഴിയായിട്ട് കെട്ടണം. അതിന് നിങ്ങൾക്ക് ചുമന്ന കളറിലെ റബ്ബർ ബാൻഡോ ചുമന്ന കളറിലെ നൂലോ എന്തും എടുക്കാം. എന്നിട്ട് വീണ്ടും ആ ആഗ്രഹം ദേവിയോട് പ്രാർത്ഥിച്ച് ദേവിയുടെ പാദത്തിൽ വെക്കുക. ഇന്ന് രാത്രി, ഇപ്പോൾ ഇന്ന് ചെയ്യുന്നവരാണെങ്കിൽ ഇന്ന് രാത്രി മുഴുവൻ ഇരുന്നോട്ടെ. നാളെ ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യുന്നവരാണെങ്കിലും നാളെ വൈകിട്ട് ചെയ്യുന്നവരാണെങ്കിലും നാളെ വ്യാഴാഴ്ച രാത്രി മുഴുവൻ അത് ദേവിയുടെ പാദത്തിലിരുന്നോട്ടെ. എന്നിട്ട് വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾക്ക് അതെടുത്ത് നിങ്ങൾ എവിടെയെങ്കിലും അത് സൂക്ഷിച്ചു വെക്കുക. പൈസ വെക്കുന്നിടത്തോ നിങ്ങളുടെ മണി പേഴ്സിലോ എവിടെ വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കുക. 15 ദിവസം, അതായത് ചിങ്ങമാസം വരുന്ന കറുത്തപക്ഷ പഞ്ചമി, അതായത് ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ 15 ദിവസത്തിനുള്ളിൽ എന്താഗ്രഹമാണോ നിങ്ങൾ ദേവിക്ക് മുമ്പിൽ വെച്ചത് അതിനൊരു തീരുമാനം ദേവി ഉണ്ടാക്കി തന്നിരിക്കും. വിശ്വാസപൂർവ്വം ഇത് ചെയ്താൽ ഫലം ഉറപ്പായും ലഭിക്കും. അടുത്ത പഞ്ചമി വരുമ്പോൾ നിങ്ങൾക്കിതെടുത്ത് ഒഴുകുന്ന ജലത്തിലോ കാൽപ്പെടാത്ത ഇടത്തോ കളയാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ പഞ്ചമിയിൽ ഇതുപോലെ തന്നെ വീണ്ടും ചെയ്തു വെക്കാവുന്നതാണ്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.